നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് 1 വയസ്സ് തുടങ്ങിയുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്ന 4 തരം ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കായിട്ടും ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഇത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹെവിക മോളുടെ അമ്മയാണ്. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു നോക്കണം. അവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ഫ്ലേവറിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ആരെങ്കിലും ഈ ചാനൽ ഇന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി ഒരു ചെറിയ ബെല്ലിൻ്റെ ചിത്രം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈസ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഞാൻ ഏകദേശം ഒരു 1-1.5 ഗ്ലാസ്സിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം തിളപ്പിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇതിനകത്തോട്ടേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ആഡ് ചെയ്യേണ്ട, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കുക. ഒരിക്കലും കൂടുതൽ ഉപയോഗിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാകുമ്പോൾ ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. കറക്റ്റ് പാകത്തിന് വേവിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഒത്തിരി അങ്ങ് വെന്ത് കുഴയുന്ന രീതിയിൽ ചെയ്തെടുക്കരുത്. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്തതിന് ശേഷം ഒന്നുകിൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റിക്കോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞ് ഒരു ടിഷ്യൂ പേപ്പറിനകത്തോട്ടേക്കോ അതല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള കിച്ചൺ ടവലിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞ് ഞാൻ ഇതുപോലെ ടിഷ്യൂ പേപ്പറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ടേക്ക് 1 ടീസ്പൂൺ തുടങ്ങി ഒരു 1.5 ടീസ്പൂണിനടുത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടറിലും ചെയ്തെടുക്കാം. നെയ്യോ ബട്ടറോ ഉപയോഗിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഓയിൽ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് കുട്ടികൾക്ക് അത്ര നല്ലതല്ല നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അതുപോലെ ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നെയ്യോ ബട്ടർ ചൂടായി വരുമ്പോൾ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മാത്രം മതി. ആ നെയ്യുടെ ഫ്ലേവറിനകത്ത് കിടന്ന് ഇതൊന്ന് ചെറിയതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക. മുഴുവൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു ഇത്തിരി നെയ്യ് കൂടി ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് ഇതിന് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പൊട്ടറ്റോ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. നമ്മൾ സാധാരണ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് പകരം ഇതുപോലെ നെയ്യിലൊക്കെ ചേർത്ത് ചെയ്തെടുക്കുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനാണെങ്കിലും ഒത്തിരി ഇഷ്ടമാകും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്നാക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടാണ്. അപ്പോൾ നേന്ത്രപ്പഴം ആവിക്ക് വെച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നല്ല മധുരമുള്ള നന്നായിട്ട് പഴുത്ത പഴം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ഈ വേവിച്ചെടുത്തിട്ടുള്ള പഴം നന്നായിട്ട് കുത്തി ഉടച്ചെടുക്കാം. അപ്പോൾ പഴം ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പഴം ഉടച്ചെടുക്കുന്ന സമയത്ത് പഴത്തിൻ്റെ നടുഭാഗത്തായിട്ട് വരുന്ന ആ ചെറിയ കുരു പോലുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് നീക്കം ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണിനടുത്ത് അമൃതം പൊടി പാലിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ശരിക്കൊന്ന് കുറുക്കിയെടുത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അമൃതം പൊടി കയ്യിലില്ല, പുറത്തുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ഇതുപോലെ ഒന്ന് പാലിനകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നമ്മുടെ പഴത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അമൃതം പൊടിയുടെ ആ ഒരു മിക്സ് നമുക്ക് പഴത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഴമായിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇപ്പോൾ വേണമെങ്കിൽ ഏലക്കപ്പൊടിയൊക്കെ 2 പിഞ്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ മധുരം കുറവായിട്ടുള്ള പഴമാണെങ്കിൽ ഒരു ഇത്തിരി പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിലൊന്ന് നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് അമൃതം പൊടിയും പഴവും ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റിയാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ മുഴുവൻ ഞാനൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണിനടുത്ത് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഓൾറെഡി അമൃതം പൊടിയാണെങ്കിലും കുക്ക് ചെയ്തിട്ടുള്ളതാണ്. നേന്ത്രപ്പഴവും നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ആ നെയ്യുടെ ഫ്ലേവറിനകത്ത് ഇടുന്നിട്ട്. അപ്പോൾ മുഴുവൻ നമുക്ക് ഇതിലോട്ടേക്കൊന്ന് ചേർത്ത് കൊടുക്കാം.
ഒരു ഇത്തിരി നെയ്യ് ഓരോന്നിൻ്റെയും മുകൾ ഭാഗത്തായിട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബട്ടർ ആണെങ്കിൽ ബട്ടർ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. നെയ്യാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നത്, കാരണം പഴമൊക്കെ ചേർക്കുമ്പോൾ നെയ്യായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ നിൽക്കരുത്, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുക. പഴമായതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ പിറകുവശമൊക്കെ ഒന്ന് കറുപ്പ് അടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നെയ്യിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പോൾ പഴം കൊണ്ടുള്ള ഈ ഒരു നല്ലൊരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഇതിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ കൊടുക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പലഹാരം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാൻ വെച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അടുത്ത് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ടേക്ക് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ക്യാരറ്റ് ഇതുപോലെ പൊടിയായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചേർക്കാം. ഇത് സാൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഇത്തിരി ഉപ്പ് മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അൺസാൾട്ടഡ് ഒക്കെ ആണെങ്കിൽ കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഒരു ഇത്തിരി മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ബട്ടറുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ക്യാരറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പാനിൻ്റെ ഒരു സൈഡിനകത്തോട്ടേക്കൊന്ന് മാറ്റാം. അതിനുശേഷം ഇതിലോട്ടേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്ത് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് ഒരു മുട്ടയാണ് ചേർക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഇത്തിരി മാത്രം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ചെകഞ്ഞെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ മുട്ട കൊത്തി പൊരിക്കാറില്ല, ആ ഒരു പാകത്തിന് ശരിക്കൊന്ന് ഈ ബട്ടറിനകത്ത് ഇട്ടിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബട്ടറിൻ്റെ കൂടി ഫ്ലേവർ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. ഇത് ശരിക്കും ഒരു സ്നാക്കായിട്ടുള്ള ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരു 1-2 മിനിറ്റ് ആ മുട്ടയുടെ ഫ്ലേവർ ഈ ക്യാരറ്റിനകത്തോട്ടേക്ക് മിക്സ് ആകുന്ന രീതിയിലൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പോൾ ചെറു ചൂടോടുകൂടി തന്നെ കുട്ടികൾക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, അവർക്ക് തീർച്ചയായും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് അടുത്ത സിമ്പിൾ ആയിട്ടുള്ള സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു പഴുത്ത പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഒത്തിരി പഴുത്ത് കുഴഞ്ഞതുപോലെയുള്ള പഴം എടുക്കരുത്, അപ്പോൾ നമുക്ക് ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പത്തിരിപ്പൊടിയോ പുട്ടുപൊടിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ അടുത്താണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിലോട്ട് ഒരു മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ വേണമെങ്കിൽ മാത്രം മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്ത് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ഒരു നിർബന്ധമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി തിക്കായിട്ട് തോന്നിയത് കൊണ്ട് ഒരു ഇത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറു ചൂടുള്ള പാലോ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കുറച്ചൊരു തിക്കായിട്ട് തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഓരോ പഴവും ഇതിനകത്ത് മുക്കിയിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ടേക്ക് ഒന്നുകിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ബട്ടർ ചേർക്കാം. ഞാൻ സാധാരണ നെയ്യ് വെച്ച് ചെയ്യുന്നത് മോന് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പോൾ ബട്ടറാണ് ഇഷ്ടമെങ്കിൽ ബട്ടർ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്ത് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അരിപ്പൊടിയിൽ മുക്കിയെടുത്തിട്ടുള്ള പഴം ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മുഴുവൻ പഴവും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡ് അതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ 2-3 മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാനൊരു ഇത്തിരി നെയ്യ് കൂടി ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. നെയ്യ് കുറവാണെങ്കിൽ മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ ആദ്യം ചേർക്കുന്ന ഒരു 1.5 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. ഇനിയിപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അരിപ്പൊടി ചേർത്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയിൽ അങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ലല്ലോ. സാധാരണ നെയ്യിൽ ഒരിത്തിരി നെയ്യ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് എന്തായാലും അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പഴമൊക്കെ ശരിക്കും നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പോൾ പഴം കൊണ്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ 4 സ്നാക്സാണ് ഇന്ന് കുട്ടികൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ റെസിപ്പീസൊക്കെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല നല്ല ഡിഷസുമായിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.